നിത്യതയിലെ ജീവിതത്തിനായി നമ്മെ ഒരുക്കുന്ന ഒരു പാഠശാലയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ദുഃഖകരമായ ഒരു തെറ്റ് അനേകരിലുമുണ്ട്. നിത്യതയിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. മരണശേഷം നിത്യതയ്ക്കായി ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇസ്രയേൽ ജനത കടന്നു പോയതുപോലെയുള്ള കഷ്ടതയിൽ കൂടി ഒരു രാജ്യവും കടന്നു പോയിരിക്കുവാൻ സാധ്യതയില്ല. ലോക ആരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടങ്ങളാണ് അവരെ ഇനിയും കാത്തിരിക്കുന്നത് എന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിവൃത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആശ്ചര്യകരമായ ഒരു വസ്തുതയാണ്. യെശയ്യാവ് പ്രവചൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരുസലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം എന്നാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പദ്ധതികളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ. യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. 3-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായത്തിൽ തുടങ്ങി 5-ാം അധ്യായം വരെ ഒരു പ്രവചനത്തിൻ്റെ തുടർച്ചയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ അധ്യായങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ മൊത്തം വിഷയത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് നാം കാണുന്നത്. ഈ പുസ്തകത്തിൻ്റെ മൊത്തം 4-ാം അധ്യായം യെശയ്യാ പ്രവചനത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. കേവലം 6 വാക്യങ്ങളെ ഇതിലുള്ളൂ. ബാബേൽ പ്രവാസത്തിൻ്റെ അവസ്ഥയെയും കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മഹാപീഡന കാലത്ത് നിലനിൽക്കുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥയെയും ഈ അധ്യായത്തിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ 4-ാം അധ്യായത്തിൻ്റെ രൂപരേഖ വളരെ ലളിതമാണ്. മഹാപീഡന കാലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് 1-ാം വാക്യത്തിൽ മാത്രമാണ്. ഈ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ എങ്ങനെ എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം തികച്ചും വരുവാനിരിക്കുന്ന കാര്യങ്ങളാകുന്നു എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വകകൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേർ മാത്രം ഞങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും. യുദ്ധത്തിന് ശേഷമുള്ള ദാരുണ സാഹചര്യമാണ് ഇതിൽ നാം കാണുന്നത്. യുദ്ധക്കളത്തിൽ തങ്ങളുടെ പുരുഷന്മാർ ഭയാനമാകും വണ്ണം പട്ടുപോയിരിക്കുന്നു. ഏതൊരു യുദ്ധത്തിലും ഇത് വാസ്തവമാണ്. മഹാപീഡന കാലത്ത് ഈ അവസ്ഥകൾ നിലനിൽക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ, യുദ്ധത്തിൽ പുരുഷന്മാർ അധികവും മരിച്ചു പോകുന്നതിനാൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ വളരെ അധികമായിരിക്കും. അതിൻ്റെ കണക്ക് നോക്കൂ. 7 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ ഭർത്താവായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. അവർ ഓരോരുത്തരും പണിയെടുത്ത് വീട് പുലർത്താനും തയ്യാറാണ്. ഞാൻ വിചാരിക്കുന്നു, അന്ന് പുരുഷന് ഒരു ജോലിയും ചെയ്യേണ്ടി വരില്ല. കയ്യിലൊരു പുസ്തകവുമായി ഓരോരുത്തരുടെ പങ്കും കൃത്യമായി തരുന്നുണ്ടോ എന്ന് കണക്കെടുത്താൽ മാത്രം മതിയാകുമെന്ന്. എത്ര ഹീനമായ ദുഃഖകരമായ ഒരവസ്ഥ ഇല്ലേ? 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതും ആയിരിക്കുന്നു. അന്നാളിൽ, ഇത് യഹോവയുടെ നാളിനെയാണ് കുറിക്കുന്നത്. ഈ പ്രയോഗം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും
നാം കാണുവാൻ പോകുകയാണ്. മാത്രമല്ല എല്ലാ പ്രവാചക പുസ്തകങ്ങളിലും ഈ പ്രയോഗം കാണാം. പുതിയ നിയമത്തിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. യോവേലിന് പ്രത്യേകമായി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാകും. ഓരോ എബ്രായ ദിവസവും ആരംഭിക്കുന്നത് പോലെ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ അന്ത്യനാളും ആരംഭിക്കുന്നത്. അന്ധകാരത്തോടെ അത് ആരംഭിച്ച് പ്രഭാതത്തിലേക്ക് നീങ്ങുന്നു. അത് മഹാപീഡനത്തോടെ ആരംഭിച്ച് സഹസ്രാബ്ദത്തിലേക്ക് നീങ്ങുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് യഹോവയുടെ മുള എന്ന ഒരു പരാമർശം നാം ഇവിടെ കാണുന്നുണ്ട്. അതെ, മരുഭൂമിയിൽ മുളച്ചു വന്ന കൊമ്പാണ് യേശുക്രിസ്തു. 3, 4 വാക്യങ്ങളിൽ നാം കാണുന്നത് കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ മക്കളിൽ നിന്നും ജാതികളിൽ നിന്നും മഹാപീഡനകാലത്തെ അതിജീവിച്ച് വരുന്ന ദൈവജനമുണ്ടായിരിക്കും. അന്ന് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളവർ നിശ്ചയമായും ഈ കാലഘട്ടത്തിൻ്റെ ഒടുവിൽ ഉയർത്തെഴുന്നേൽക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് കർത്താവ് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ താൻ മഹാപീഡനത്തിൻ്റെ അവസാനത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതെ, അപ്പുറം കടക്കുമെന്ന് ഉറപ്പാക്കേണ്ടതിനായി ആരംഭത്തിങ്കൽ തന്നെ അവർ മുദ്രയിടപ്പെട്ടിരുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തെ അവസാനത്തോളം സൂക്ഷിക്കാൻ ഇടയൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവൻ അവസാനത്തോളം സഹിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഇതേ ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ജാതിയും യഹൂദനും ചേർന്നുള്ള വലിയ സംഘത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ മഹാപീഡനത്തിൻ്റെ തുടക്കത്തിൽ മുദ്രയേറ്റവരും അതിലൂടെ കടന്നുപോയവരും അത്രേ. ഇനി സക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇതേക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും എന്നത്രേ. രാജ്യത്തിൽ പ്രവേശിക്കാൻ ദൈവജനം ഒരുക്കമുള്ളവർ ആയിരിക്കണം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം ഉയർത്തുന്നു. ഓരോ വർഷവും ഡിസംബർ മാസം 31-ാം തീയതി നാം ഒരു പ്രതിജ്ഞ എടുക്കാറില്ലേ? കഴിഞ്ഞ വർഷം കർത്താവിനായി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് നാം ദുഃഖത്തോടെ സമ്മതിക്കും. അടുത്ത വർഷം കർത്താവ് എനിക്ക് തന്നാൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് കർത്താവിനോട് നാം പറയുന്നത്. കർത്താവ് പുതിയ വർഷം തന്നു, പല പല വർഷങ്ങൾ തന്നു. പക്ഷെ ഇപ്പോഴും സാക്ഷ്യത്തിൻ്റെ വാക്കുകളും പ്രതിജ്ഞയുടെ പട്ടികയും ഒന്നും എങ്ങും എത്തിയിട്ടില്ല. കർത്താവ് ഇത് കേട്ട് കേട്ട് മുഷിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകാൻ ഇന്ന് നിങ്ങൾ ഒരുക്കമാണോ സുഹൃത്തെ? ഒരുപക്ഷെ ഇപ്പോൾ താങ്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവം താങ്കളെ സ്വർഗത്തിലേക്ക് എടുത്താൽ താങ്കൾ സ്വർഗത്തിന് ചേരുന്നവനായിരിക്കുമോ? അതോ പണ്ടൊരു അമ്മച്ചി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെയാണോ? അതറിയില്ലേ? ഒരമ്മച്ചി പതിവായി പള്ളിയിൽ ചെന്ന്, എൻ്റെ കർത്താവേ, എന്നെ ദുഷ്ടലോകത്തിൽ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? മക്കളുടെ ആട്ടും കേട്ട് നാട്ടുകാരുടെ നിന്നയ്ക്ക് വേണ്ടി എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? നിൻ്റെ അടുത്തേക്ക് എന്നെ അങ്ങ് വിളിക്കാൻ ഇനിയും എന്താ നിനക്ക് താമസം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളിയിൽ മറ്റാരുമില്ല. എന്നാൽ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ള കപ്പ്യാർ മറഞ്ഞു നിന്ന് ഒരു ദിവസം ഒരു സൂത്രം ഉപയോഗിച്ചു. അയാൾ വളരെ ശാന്തഗംഭീരമായി പറഞ്ഞു, മകളെ, നിന്റെ പ്രാർത്ഥന ഞാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് നിന്നെ ഞാൻ വിളിച്ചോളാം. അത് കേട്ട പാടെ അമ്മച്ചി പേടിച്ചു പോയി. ഉടൻ തിരുത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ വിളിച്ചാൽ ആരായി വീടും നാടുമൊക്കെ നോക്കുന്നത്? പിന്നെ അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് കഥ. അതെ, ഭക്തിയുടെ ഭാവം കാണിക്കാൻ നാം പല പ്രസ്താവനകളും നടത്തും. പക്ഷേ ഉള്ളിലെ ചിന്ത മറ്റൊന്നായിരിക്കും. ആട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് വേണ്ടി എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, ഈ ഉള്ളവനെ കർത്താവ് ഇന്ന് വിളിച്ചെന്നാൽ സ്വർഗത്തിന് യോജിക്കുന്ന വിധത്തിൽ എന്നെ ആക്കി തീർക്കുവാൻ കർത്താവിന് ഒരുപാട് കേടുപാടുകൾ എന്നിൽ തീർക്കേണ്ടി വരും.
ഒത്തിരി റിപ്പയർ വർക്ക് ഉണ്ട്. അതാണ് ജീവിതം. നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്ന ഒരു പാഠശാലയാണ് ഈ ജീവിതം. ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ദുഃഖകരമായ ഒരു തെറ്റ് അനേകരും ചെയ്യാറുണ്ട്. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. മരണശേഷം നിത്യതയ്ക്കായി ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മരിച്ചവർക്കായി ഒന്നും നമുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് പോലെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്താൽ സന്തോഷവാനായിരിക്കുമോ പ്രിയ സുഹൃത്തെ? നാം എങ്ങനെ ആയിരിക്കണമോ അത് ഇപ്പോഴും ആയിട്ടില്ല എങ്കിൽ അവൻ ചില മാറ്റങ്ങൾ കൂടി നമ്മിൽ വരുത്തുവാൻ പോകുന്നു. 5-ാം വാക്യം നോക്കിക്കാട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവത്തിൻ്റെ തേജസ് എല്ലാ ഭവനത്തിന്മേലും ഉണ്ടായിരിക്കും. ആലയത്തിന്മേൽ മാത്രമല്ല, അതെത്ര മഹത്വകരമായ കാര്യമാണെന്ന് ഓർക്കുക. 6-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഒടുവിലായി ഇസ്രായേൽ രാഷ്ട്രത്തിന്മേൽ അന്നാളിൽ സുരക്ഷിതത്വം വരാൻ പോകുന്നു. ഇന്ന് ഇസ്രായേലിന് സമാധാനമില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രവചനം ഇന്ന് നിറവേറ്റപ്പെട്ടിട്ടില്ല. ഓരോ വ്യക്തിയും തൻ്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും കീഴിൽ സമാധാനമായിരിക്കുന്നു. ആ സ്ഥിതിയിലേക്ക് യഹൂദന്മാർ ഇന്ന് വന്നിട്ടില്ല. എന്നാൽ അന്നാളിൽ വരും. ശ്രദ്ധിക്കുക, സമാധാനം എപ്പോഴും കൃപ, കരുണ, വിശുദ്ധീകരണം എന്നിവയെ പിന്തുടരും. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടും അതേ തുടർന്നുള്ള 6 ശാപങ്ങളുമാണ് ഈ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിലെ വിഷയം. 2-ാം അധ്യായത്തിൽ ആരംഭിച്ച പ്രവചനത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിൽ നിന്നുകൂടി ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പാപങ്ങളെക്കുറിച്ചും അതേ തുടർന്നുള്ള അവർ അന്യദേശത്ത് അടിമകളായി പോകുന്നതിനെക്കുറിച്ചുമാണ് ഈ പാട്ടിൽ നമ്മോട് പറയുന്നത്. ഈ 5-ാം അധ്യായത്തിലെ ശേഷിക്കുന്ന ഭാഗത്ത്, അതായത് 6 ശാപവചനങ്ങൾ അഥവാ ദൈവം അവരെ ശിക്ഷിക്കുന്നതിൻ്റെ ആ വിവരണം നാം കാണുന്നു. അതിന് കാരണമായി 6 പ്രത്യേക പാപങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ദൈവം എപ്പോഴും നാം ചെയ്തതായ തെറ്റ് ചൂണ്ടിക്കാണിച്ചു മാത്രമേ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നമ്മോട് പറയുകയുള്ളൂ. ഇതോർത്തോണം, ഓരോ പാപത്തിനുമുള്ള ശിക്ഷ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഈ പാട്ട് എബ്രായ ഭാഷയിൽ വായിക്കാൻ കഴിവുള്ളവർ പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പാട്ടാകുന്നു എന്നത്രേ. അതിന് സമമായി മറ്റൊന്നില്ല, ഇതിനോട് ഉപമിക്കുവാനും മറ്റൊന്നില്ല. ഇംഗ്ലീഷിലോ നമ്മുടെ മലയാളത്തിലോ ഇതിൻ്റെ യഥാർത്ഥ സംഗീത സ്വരലയം പുനരാവിഷ്കരിക്കുവാൻ കഴിയില്ല എന്നതത്രേ സത്യം. സങ്കീർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് വളരെ സാമ്യമുള്ള ഒരു പാട്ടാണ് ഇതിൽ നാം കാണുന്നത്. മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹമാണ്. 7-ാം വാക്യത്തിൽ അത് പറയുന്നുമുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇസ്രായേൽ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നതായി സസ്യലോകത്തു നിന്നും എടുത്തിട്ടുള്ള 2 സാദൃശ്യങ്ങളിൽ ഒന്നത്രേ മുന്തിരിത്തോട്ടം, മറ്റൊന്ന് അത്തിവൃക്ഷമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തു തൻ്റെ മരണത്തിന് മുമ്പായി ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനായി സൂചിപ്പിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണും. യെശയ്യാ പ്രവാചകൻ ഇവിടെ പ്രഖ്യാപിക്കുന്നതും വടക്കേ രാജ്യം, അതായത് ഇസ്രായേൽ അശൂരിലേക്കും തെക്കേ രാജ്യം ബാബിലോണിലേക്കും ഉടൻ തന്നെ പ്രവാസത്തിൽ പോകേണ്ടി വരും എന്നാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് ദൈവം ഇസ്രായേലിന് 2ാമതൊരവസരം കൂടി കൊടുത്തു എന്നത്രേ. അങ്ങനെ 70 വർഷത്തെ ബാബിലോന്യ അടിമത്തത്തിൽ നിന്നും അവർ മടങ്ങി വന്നു. എന്നാൽ ദൈവപുത്രനെ ഇസ്രായേൽ ജാതി തള്ളിക്കളഞ്ഞത് മൂലം അവർ ഇതിനേക്കാൾ തീഷ്ണവും വ്യാപകവുമായി ചിതറപ്പെടും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. വീണ്ടും ദൈവം അവസരം കൊടുത്തിട്ടും
പഠിക്കാത്തതായ ഒരു വിഭാഗം ജനം. നാം നമ്മുടെ അവസ്ഥ നോക്കിയാലും ഇതുതന്നെയാണ്. പലപ്പോഴും ജീവിതത്തിൽ ദൈവം തരുന്ന നല്ല നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തത് മൂലം നാം തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കുന്നതായ ആ അവസ്ഥ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എൻ്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയതമൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന് സംശയമില്ലല്ലോ. അവിടുന്ന് ഇസ്രായേലിൻ്റെ മശിഹായും സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവുമാണ്. അതെ, അവിടുന്ന് ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന രക്ഷകൻ. നാം വായിച്ചു ഫലവത്തായ ഒരു കുന്നിന്മേലെന്ന്. എന്ന് പറഞ്ഞാൽ മണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പ്രശ്നം ഈ മുന്തിരിത്തോട്ടത്തിന് തന്നെയാണ്. നല്ല മണ്ണായിരുന്നു, മുന്തിരിച്ചെടിക്കായിരുന്നു യഥാർത്ഥ പ്രശ്നം. മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹം അഥവാ യഹൂദ ഗ്രഹമാകുന്നു എന്ന് 7-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നത് നാം കാണുവാൻ പോകുകയാണ്. ഇത് സഭയോ മറ്റെന്തെങ്കിലുമോ അല്ല, അതിവിടെ ഉറപ്പാണ്. ഈ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റരുത്. ഇത് പുതിയ നിയമസഭയെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം വീണ്ടും നമ്മെ തൻ്റെ കോടതി മുറിയിലേക്ക് വിളിച്ച് ഇസ്രായേലിനെതിരായിട്ടുള്ള ആരോപണം പറയുകയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ സമയം അവനെയും ഇസ്രായേലിനെതിരെയുള്ള തൻ്റെ കുറ്റാരോപണത്തെയും ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കില്ല. കാരണം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പുറക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ഇസ്രായേൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആ അവസ്ഥ ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് വാഗ്ദത്ത നാട്ടിൽ ആക്കി വെച്ചു, കനാനിൽ. അടിമത്തം എന്ന് പറയുമ്പോൾ എത്രയോ ഭയാനകമായ സ്ഥിതിവിശേഷമായിരുന്നു അവർ കടന്നുപോയിരുന്ന ആ സാഹചര്യമെന്ന് ഓർക്കണം. യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ ഒരു മൃഗത്തെപ്പോലെ അവരെ പരിഗണിച്ചതായ ആ സ്ഥിതിവിശേഷം. എന്നാൽ ദൈവം എത്രയോ സ്നേഹത്തോടെ കരുതലോടെ അവരെ ഈ വാഗ്ദത്ത നാട്ടിലേക്ക്, അതും പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ ഇനിയും നീതിയുടെ ഫലം കായ്ക്കുമെന്നും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുമെന്നും, അങ്ങനെ ദൈവം ഏതൊരു പ്രതീക്ഷയോടെയാണ് ആ ജനത്തെ ഇപ്രകാരം സൃഷ്ടിച്ചാക്കിയതോ അതവർ നിറവേറ്റുമെന്നും ദൈവം പ്രതീക്ഷിച്ചു. പക്ഷേ അവർ പരിതാപകരമാം വിധം പരാജയപ്പെടുകയായിരുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ്. ദൈവം പറയുന്നു, നിങ്ങൾ ഒന്ന് വിധിപ്പീൻ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിനെതിരായി താങ്കൾക്ക് പരാതി പറയുവാൻ എന്തെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നപ്പോൾ എന്തിനിങ്ങനെ എന്നോർത്ത് പിറുപിറുത്തു പോയി? പലപ്പോഴും ദൈവം തന്നെ മറന്നു കളഞ്ഞു എന്ന് ചിന്തിച്ചതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് എന്നോട് യാതൊരു സ്നേഹവുമില്ലേ എന്ന് കരുതി ദൈവത്തിനു വേണ്ടി ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്, എന്നിട്ടും അവൻ എന്തുകൊണ്ട് എന്നെ, എൻ്റെ കുടുംബത്തെ ഇങ്ങനെ കൈവിട്ടു എന്ന് ചിന്തിച്ചതായ അവസരങ്ങൾ. എന്നാൽ ആ സമയത്ത് ദൈവം തൻ്റെ വലിയ കരുണയാൽ, സ്നേഹത്താൽ താൻ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്ന് പറഞ്ഞു തരുന്നതായി കാണുന്നു. ഇവിടെ തൻ്റെ തോട്ടത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. 4-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? നോക്കൂ, ഇസ്രായേൽ നീതിഫലം കായ്ക്കേണ്ടതിനായി തൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ അവരുടെ പരാജയം തികച്ചും ഗൗരവമുള്ളത് തന്നെയാണ്. 5-ഉം 6-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്,
ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഇസ്രായേലിലെ 2 രാജ്യങ്ങൾക്കും, അതായത് തെക്കേ രാജ്യത്തിനും വടക്കേ രാജ്യത്തിനും വരുവാനിരിക്കുന്ന ഈ പ്രവാസത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു മുന്നറിയിപ്പാണിത്. 500-ലധികം വർഷങ്ങളായി പലസ്തീൻ നാടിനെ ലോകത്തിലെ ശക്തരായ 3 ജാതികളിൽ നിന്നും ദൈവം കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ചുറ്റിലുമായി ദൈവം ഒരു മതിൽ തന്നെ തീർത്തിരുന്നു, അദൃശ്യമായ ഒരു മതിൽ. അവരെ പല പ്രാവശ്യം ന്യായം വിധിക്കാമായിരുന്നു, ശിക്ഷിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് നീട്ടി വെച്ചു. ആരും അവരെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നത്, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടമാണ്, ഞാൻ നിങ്ങളെ മതിൽ കെട്ടി കാത്തു സൂക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ ആ മതിലിനെ പൊളിച്ചു കളയുവാൻ പോകുന്നു. ആദ്യം ആരാം അഥവാ സിറിയ, പിന്നെ അശൂര്യർ, അതിനുശേഷം ബാബേൽ, ഇവരെല്ലാം ഇസ്രായേലിൻ്റെ മണ്ണിൽ ഇരച്ചു കയറി അതിനെ ശൂന്യമാക്കി കളഞ്ഞു. ദൈവം ആ ദേശത്തെ ന്യായം വിധിച്ചു. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞു. അതെ, 1000-ലധികം വർഷങ്ങൾ അവിടെ മുൻമഴയും പിന്മഴയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായി തോന്നാം. അതുകൊണ്ടാണ് ആ ദേശം വളരെ ശൂന്യമായി അല്ലെങ്കിൽ മരുഭൂമിയായി തീർന്നത്. എന്നാൽ ഇന്ന് അവിടെ മുൻമഴ പെയ്യാൻ തുടങ്ങി എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ പിന്മഴ ഇനിയും ആരംഭിച്ചിട്ടില്ല. അതെ, അതിന് ഇനിയും സമയം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം കൂടി നമുക്ക് നോക്കാം. 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം; നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. അവരെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച്. മുന്തിരിത്തോട്ടം എന്നത് വളരെ കൃത്യമായി പറയുന്നു, അത് ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ടാകുന്നു എന്ന്. ഈ വാക്യം അത് വളരെ വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. പല ആളുകളും പറയാറുണ്ട് 2 ഗോത്രത്തെ മാത്രമാകുന്നു എന്ന്. അല്ലല്ലല്ലല്ല, മുഴുവൻ ഇസ്രായേൽ ജനത്തെയും 12 ഗോത്രങ്ങളെയും ഈ മുന്തിരിത്തോട്ടത്തിൽ ദൈവം ന്യായത്തിനായി കാത്തിരുന്നപ്പോൾ കണ്ടത് അനീതിയായിരുന്നു, അന്യായം. നീതിക്കായി നോക്കിയിരുന്നപ്പോൾ കണ്ടത് ഭീതി ആയിരുന്നു. എത്ര മോശകരമായ ഒരു അന്തരീക്ഷം! നമ്മുടെ ജീവിതത്തെ കൃത്യമായി വിലയിരുത്തേണ്ടതിൻ്റെ ആവശ്യകത ദൈവം ഇസ്രായേലിനോട് സംസാരിച്ച മുന്തിരിത്തോട്ടത്തിൻ്റെ ഈ സാദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ്. ദൈവം നട്ട്, ദൈവം നനച്ച്, ദൈവം വളർത്തുന്ന നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമാകുന്നുണ്ടോ എന്ന് നാം നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൃഷിക്കാരന് ഫലം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ ഒരിക്കലും നാം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഉണ്ടാക്കരുത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വൻ കാര്യങ്ങളാണ്. അത് ചെയ്യുവാൻ, അവനെ അനുസരിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. തൻ്റെ ജനത്തെക്കുറിച്ച് അവനുണ്ടായിരുന്ന അതേ താല്പര്യമാണ് ഇന്ന് നമ്മെ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിനുള്ളത്. ഒരുപടി കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. ആ വലിയ കൃപ നാം അനുഭവിക്കുമ്പോൾ അവനോടുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കേണ്ടതുണ്ട്. സ്വയപരിശോധനയ്ക്ക് സഹായകമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഭാഗമാണിത്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും അവർ ദൈവത്തെ മറന്നതുകൊണ്ട് തുടർന്നുള്ള ഭാഗത്ത് നാം വായിക്കുന്നത് ദൈവം അവരിലേക്ക് ശാപം അയക്കുന്നതാണ്. അതെ, നമ്മുടെ ജീവിതം ഒരിക്കലും നമുക്കും മറ്റുള്ളവർക്കും ശാപമായി തീരുവാൻ ഇടയാകരുത്. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം താങ്കളെ വ്യക്തിപരമായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തനിക്ക് വേണ്ടി
നട്ട് നനച്ച് സംരക്ഷിക്കുന്ന തോട്ടത്തിൽ നിന്ന് തനിക്ക് ഫലം പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ദൈവത്തിന് ഫലം കായ്ക്കുന്നവരാകുവാൻ വിശുദ്ധ പൗലോസ് ക്രിസ്തുവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നതിന് കാരണവും മറിച്ചൊന്നല്ല. ജഡത്തിൽ ദൈവത്തിന് ഫലം കായ്പാൻ കഴിവുള്ളവരല്ല നമ്മൾ. എന്നാൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാകുന്നു ദൈവത്തിന് ഫലമുള്ളവരായിത്തീരുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.